പ്രധാന വാർത്തയിലേക്ക്. ആലുവ കുഞ്ഞുണ്ണിക്കരയിൽ 2 സ്ത്രീകൾ ഷോക്കേറ്റ് മരിച്ചു. കാലവർഷക്കെടുതിയിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് മരണപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 5 ആയി. ആലുവ സബ് ഡിവിഷണൽ മാനേജറോട് ഗവൺമെന്റ് വിശദീകരണം തേടി. മരണപ്പെട്ടവരുടെ മോളെ ജെനി, ഇൻവേർട്ടർ എന്താ വർക്കല്ലേ? അതെ അപ്പച്ച, കറണ്ട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നോണ്ടേ അതിൽ ചാർജ് നിൽക്കുന്നില്ല. കറക്കുള്ളതാണ് ഇതേ മിക്സിയിലും കിടക്ക. AC എവിടെ മോളെ? അമ്മച്ചി അപ്പുറത്തെ റോസ് ചേച്ചിയുടെ വീട്ടിൽ പോയതാ. എന്തിന്? ഇന്നത്തെ സീരിയലിന്റെ റിപ്പീറ്റേഷൻ കാണാൻ. അതിനവിടെ കറണ്ട് ഉണ്ടോ? അവരെ നമ്മളെക്കാളും വലിയ സെറ്റപ്പാ. നമ്മളെക്കാൾ വലിയ സെറ്റപ്പോ? അവക്ക് വല്ല ജ്ഞാനദൃഷ്ടിയുണ്ടോ ഇവിടെ കറണ്ട് പോകുന്ന അറിയാൻ? അപ്പച്ചന്റെ ഫോണില് മെസ്സേജ് ഒന്നും വന്നില്ല ഇന്ന് കറണ്ട് കട്ടാകുമെന്ന്. അയ്യോടാ, ഷോ, ഞാനതങ്ങ് മറന്നുപോയല്ലോ. കഷ്ടം. ഷെയിം. ഇതാണോടി നിന്റെ പഠിത്തം? അത് പിന്നെ വീണ നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കുമായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലല്ലേ അവളുടെ ഒരു നോട്ട് വരുന്ന. മര്യാദയ്ക്ക് അടുക്കള വന്ന് പണിയെടുത്തോ. അമ്മേ, മൊബൈൽ. ഈ അമ്മേനെ കൊണ്ട് അടുക്കളയിൽ ഒരു 100 കൂട്ടം പണിയെടുക്കുമ്പോഴാണ് അവളുടെ ഒരു ഫോൺ. അല്ലേലും ഒന്നും അറിയണ്ടല്ലോ, എല്ലാം ചെയ്യാൻ ഞാനിവിടെ കിടക്കുമല്ലേ. പ്ലീസ് അമ്മ, ഞാൻ ഇനി ഇൻസ്റ്റ നോക്കൂല. ആണോ? എന്നാ മോള് വന്ന് തേങ്ങ ചിരണ്ടിയേ. കറണ്ട് ഇല്ലാണ്ട് തേങ്ങ ചെരുവിട്ട് എങ്ങനെ അരയ്ക്കാനാ? തോരൻ വയ്ക്കാൻ ആരാടി തേങ്ങ അരയ്ക്കുന്നേ? അതെങ്ങനെയാ? അടുക്കളയിൽ കയറി ശീലം വേണം. തലയിൽ എണ്ണ തേക്കാനല്ലാതെ നീ അടുക്കള വശത്ത് വരാറുണ്ടോടി? ഓ, തള്ള വൈബ്. അതേടി, തള്ള വൈബ് തന്നെയാ. പിള്ള വൈബ് ആ തേങ്ങ ചിരണ്ടിയേ. തള്ള വൈബ് കേട്ടാലേ പിള്ള വൈബിന് കേടില്ലെന്നാ. അതങ്ങനല്ലല്ലോ, തള്ള ചവിട്ടിയ പിള്ള കേടില്ലെന്നല്ലേ? കറക്റ്റ്. പണ്ടത്തെ ഞങ്ങളുടെ പാരന്റ്സ് ഒക്കെ ഭയങ്കര വയലൻസ് ആയിരുന്നു. പക്ഷേ ഈ പാരന്റ്സ് ഒക്കെ ഭയങ്കര വൈബാ. അതുകൊണ്ടേ പഴമൊഴികളൊക്കെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ഡു യു ഗെറ്റ് മീ? ഓ എടി മോളെ, പണ്ടൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളെ ടീനേജിലേക്ക് കാലെടുത്ത് വെക്കാൻ നോക്കിയിരിക്കുക. എല്ലാ അടുക്കള പണിയും ചെയ്യിപ്പിക്കും. എന്നിട്ട് സ്ഥിരം ഒരു ഡയലോഗും, വല്ല വീട്ടിലും ചെന്ന് കയറാനുള്ളതാണ്. തുടങ്ങി പഴംപുരാണം. അതേടി, പഴംപുരാണം തന്നെയാ. നിനക്കിതൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മയുടെ പ്രായമാകുമ്പോ മനസ്സിലാവുന്നല്ലേ? അത് തന്നെ. മോളെ ശിവ, നിന്നെ വല്ല വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ട് അവിടുത്തെ വീട്ടുജോലി ചെയ്യിക്കാൻ ഞങ്ങൾ എന്തായാലും വിടില്ല. അതൊക്കെ ദേ ഞങ്ങളുടെ ഈ ജനറേഷനോടെ അങ്ങ് നിർത്തി. നിന്റെയൊക്കെ ജനറേഷൻ നാളെ കല്യാണം കഴിക്കുമ്പോ, അല്ല അങ്ങനെ ഒരു ആചാരമൊക്കെ ഇനി ഉണ്ടാവൂന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് നാളെ ഒരു സമയത്ത് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നെങ്കിൽ ഏത് നേരവും മൊബൈലും കുത്തിപ്പിടിച്ചോണ്ട് സ്വിഗ്ഗി സൊമാറ്റോയിലൊന്നും ഓർഡർ ചെയ്യല് നടക്കൂല. അവനവന് ആവശ്യമുള്ളതും ഇഷ്ടമുള്ളതും ഒക്കെ ഉണ്ടാക്കി കഴിച്ചൂടെ? അതെ, ഈ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇത്തിരി അപ്ഡേറ്റഡ് ഒക്കെ ആവണം. ഇല്ലേലേ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും ഈ ഭൂമിയിൽ തന്നെ. എടീ, എത്ര അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ഒന്ന് പനിച്ച് വിറച്ച് കിടക്കുമ്പോ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി ഇട്ട് തരാൻ നിന്റെ ഡെലിവറി ബോയ്സ് വന്ന് ഉണ്ടാക്കി തരുവോടി? ഒരു തന്തയ്ക്ക് വിളിയല്ലേ മാറിപ്പോയത്? അതേടി, ഞാനെന്തിനാ നിനക്ക് പണി അറിയാത്തേനെ എന്നെ കെട്ടിയാണ് ചീത്ത വിളിക്കുന്നേ? അതെ, ഈ പണിയെന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ലല്ലോ, പുറത്ത് കുറച്ചെണ്ണം ഇരിക്കണ്ടല്ലോ. അതേടി, അവന്മാര് ടീനേജിലേക്ക് എത്താനേ നോക്കിയിരിക്കാൻ ഞാൻ. അവന്മാരെയും കൂടി അടുക്കളപ്പണി പഠിപ്പിച്ചിട്ട് വേണം എനിക്ക് നിന്റെ അച്ഛനും കൂടി ഊര് ചുറ്റാൻ പാടി. ഓഹോ, അപ്പൊ വലിയ വലിയ പ്ലാനിങ്ങുകളാണല്ലോ. എന്താണ് അമ്മയും മോളും പ്രത്യേക പ്ലാനിങ്ങിലാണോ? എവിടെയെങ്കിലും പോകാനുള്ള പരിപാടിയാണോ? ഓ, നമ്മളില്ലേ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കല്ലേ. പോയി തേങ്ങ ചേരണ്ട്. അല്ല, നിനക്കൊന്ന് പഠിക്കാനില്ലേ? അവളുടെ പഠിത്തമൊക്കെ ഇപ്പൊ ഫോണിലല്ലേ. പുതിയൊരു ടെക്നോളജി ഉണ്ടല്ലോ. അടുക്കള പണി കഴിഞ്ഞിട്ടുള്ള ഇതൊക്കെ മതി കേട്ടോ. ചേരണ്ട്. അല്ല, പോയ കാര്യം എന്തായി? എന്താവാൻ, കൊറേ വെണ്ടയുടെ പാവലിന്റെ വിത്ത് വന്നിട്ടുണ്ട്. മരത്തിന്റെ തൈകളൊന്നും വന്നിട്ടില്ലെന്നേ. അല്ല, നിങ്ങൾക്ക് ഒരു പണിയും ഇല്ലേ? കഴിഞ്ഞ മഴയത്ത് ആ മരം വന്ന് വീണ് ഷീറ്റ് പോരെ പോയതും അവസാനം ആളില്ലാതെ വന്ന് നിങ്ങൾ എന്നെ ശരിയാക്കിയത് ഓർമ്മയുണ്ടോ? എവിടുന്നേലും കൊണ്ട് കുറെ തൈ വെക്കും. ഇപ്പൊ മഴ പെയ്യുമ്പോ മനുഷ്യന് പേടിയാ. അതെ അച്ഛാ, ഇക്കാലത്ത് ഞാൻ അമ്മയുടെ കൂടെയാ. അച്ഛൻ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഒരു മനസ്സ് വേണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. അതിന് ഓർഗാനിക് വെജിറ്റബിൾസ് തന്നെ വേണം. കേട്ടല്ല? എന്റെ മോൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? അതെ, അപ്പുറത്താ മരം വെട്ടുകാർ വന്നിട്ടുണ്ട്. ആകെ 2-3 പേരേ ഉള്ളൂ. ഞാൻ അവിടെ പോയി ഹെൽപ്പ് ചെയ്തിട്ട് വരാം. ഓ, ഇങ്ങനെ
ഒരു മനുഷ്യൻ. നിങ്ങൾ ഇത്ര നേരം കറങ്ങി ചുറ്റി വന്നതല്ലേ ഉള്ളൂ. കുറച്ചു നേരെങ്കിലും അവിടെ ഒന്ന് ഇരിക്കി. പിന്നെ മരവെട്ടുകാർക്ക് അറിഞ്ഞൂടെ ഒരാളെ കൂടെ ആവശ്യമുണ്ടെന്ന്? നീ ഇങ്ങനെ വയലന്റ് ആവില്ല എന്റെ സന്ധ്യയെ. കഴിഞ്ഞ ദിവസം നീ പറഞ്ഞതല്ലേ പ്രസാദേട്ടന്റെ മോളുടെ കാര്യം. അവളുടെ ഭർത്താവിന് എപ്പോഴും തിരക്കാണ്, അവര് തമ്മിലൊന്നും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടത്? അത് പിന്നെ അവന്റെ ജോലി അങ്ങനെ ആയതുകൊണ്ട്. ഓ പിന്നെ അത് ജോലി തിരക്കിന്റെ അല്ല, സഹജീവികളോട് ഒരു അല്പം സ്നേഹം വേണം. എന്നാ എല്ലാവർക്കും സമയം കിട്ടും. സ്നേഹമില്ലാത്തടത്താണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. ഉള്ള സമയത്ത് തികച്ചില്ല. നിങ്ങൾ എന്തോന്ന് വെച്ചാ ചെയ്യൂ. അന്ന് റോഡിന് വേണ്ടി സ്ഥലം കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ മരം മുറിച്ചിട്ട് മാറ്റിയിട്ട് കൊടുക്കാൻ. എന്നാ 10 പൈസയെങ്കിലും കിട്ടിയേനെ. ഇതിപ്പോ സർക്കാരിന് പോവില്ലേ? എന്റെ സന്ധ്യ, ആ മരം ഒരു തണലും കൂടി ആയിരുന്നല്ലോ. കഴിഞ്ഞ മഴയത്ത് ആ ചില്ല വന്ന് വഴിയിൽ വീണപ്പോ മറ്റു വണ്ടികളൊന്നും ഇല്ലാതിരുന്നത് ദൈവാധീനാണെന്ന് കരുതിയാ പോരെ. ഇനി വലിയ അപകടങ്ങൾ വരുത്താതിരിക്കുന്നതിന് മുമ്പ് അവര് വെട്ടിക്കൊണ്ട് പോണി പോട്ടെന്നേ. നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ സ്നേഹമയി നീ തേടുകയാണോ നീ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അപ്പൊ തുടങ്ങും ഒരു പാട്ട്. എവിടെ നമ്മുടെ ഭടന്മാരെവിടെ? അവിടെ എങ്ങനെ ഉണ്ടാവും? ഓ വാ തേങ്ങ ചേരണ്ടടി. സജിത്തെ, കുട്ടികളുടെ കൂടെ കാർ ഓടിച്ചു തുടങ്ങി അതാ വാക്കത്തി എടുത്തിട്ട് വാ. മക്കളെ എഴുന്നേക്ക് വാ, മരം വെട്ടണോടത്തേക്ക് വാ. ആ മോൻ അവിടെ ഇരുന്നോ? വാ വാ വാ, നടക്ക്, വേഗം പോ. വേണ്ട, മോൻ അവിടെ ഇരുന്നോട്ടാ. ഇവനങ്ങ് വളർന്നു പോയല്ല രവേട്ടോ. ആ അല്ല രവേട്ടാ, ഈ മരം വെട്ടണ കൊട്ടേഷനൊക്കെ ഏറ്റെടുത്തോ? നമ്മള് പിന്നെ എന്ത് ചെയ്യൂല ശശി. ഓ, ഇത് വേറൊന്നും അല്ലെന്നേ, കമ്പങ്ങ് ഇറക്കിയേക്കാന്ന് വെച്ചു. ഒഴിവ് കിട്ടുന്നതനുസരിച്ച് അത് ചെയ്യുന്നത് നല്ലതല്ലേ. വാ, ചായ കുടിച്ചിട്ട് വാ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പോട്ടെ പോട്ടെ. ശരി, ഓക്കെ 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 ഓക്കെ. ടീച്ചറെ സുഖാണോ? ആഹാ, ഷോപ്പിംഗ് കഴിഞ്ഞ വരുന്നോലെ ഉണ്ടല്ലോ. ചെറുതായിട്ട്. ഇതാണോ ചെറുത്? ഇത് അല്പം വലുത് തന്നെയാണല്ലോ. അതെന്താന്നറിയോ ടീച്ചറെ, ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ കുടുംബ സംഗമവും ഓണാഘോഷവും കൂടെ ഒരുമിച്ച് നടത്തുക. എന്റെ പൊന്നോ, ഓണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? ഓ എന്റെ ടീച്ചറെ, ഓരോരുത്തർക്കും ഓരോ പണിത്തിരക്കെന്ന് പറഞ്ഞ് അതങ്ങ് നീണ്ടുപോയി. അതിനിടയ്ക്ക് കരണ്ട് പോക്കും. ഇപ്പഴാ എല്ലാവർക്കും ഒന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കൂടാന്ന് വിചാരിച്ചേ. എന്നാ പിന്നെ ഓണം കൂടെ ഒന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു. അത് കൊള്ളാം. ഒരു ദിവസത്തെ വിസിറ്റിങ്ങിന് അന്നേരം ഇങ്ങനെ പിടിച്ചു നിർത്തിയാലോ? ബാക്കിയുള്ള ദൈവങ്ങൾക്ക് വരണ്ടേ? അല്ല, ഇത് ആരേ പറയുന്നേ? ഓണത്തിന് 20 ദിവസം മുമ്പേ സ്കൂളിൽ ഓണം ആഘോഷിച്ച ടീച്ചറോ? അത് നമ്മുടെ കുട്ടികളുടെ കാര്യല്ലേ. അല്ല, പരീക്ഷ കഴിഞ്ഞ് ഓണം ആഘോഷിച്ചാ ശരിയാവൂലേ? അതെ, പരീക്ഷ കഴിഞ്ഞ് വെച്ചാലേ പരീക്ഷ എഴുതുന്ന സമയത്തെല്ലാം കുട്ടികൾക്ക് ഈ ഓണാഘോഷത്തെ പറ്റി പറയാനേ നേരം ഉണ്ടാവുള്ളൂ. ആ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും എല്ലാം ചെയ്യുന്നത്. ഇതാവുമ്പോ അവന്മാരുടെ എൻജോയ്മെന്റ് കഴിയുകയും ചെയ്യും, പരീക്ഷയുടെ ഒരു ചൂട് മൂട്ടിൽ കത്തുകയും ചെയ്യും. അല്ലെങ്കിൽ പാരന്റ്സ് ഇട്ട് കത്തിച്ചോളന്നേ. എന്നാലും ഇത് ഒരുമാതിരി ഓണം ആഘോഷമായി പോയിട്ടുണ്ട് ടീച്ചറെ. എന്തായാലും നിങ്ങളുടെ ഓണപരിപാടി അടിപൊളിയാവട്ടെ കേട്ടോ. ആ, ഈ ഞായറാഴ്ച വേറെ കറണ്ട് കെട്ടില്ലെങ്കിൽ ഓണം ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. എന്നാ ചെല്ലട്ടെ ടീച്ചറെ, ഇച്ചിരി പണിയുണ്ട്. ആയിക്കോട്ടെ. ഓ എന്റെ ചേട്ടാ, 10 മിനിറ്റിൽ കറണ്ട് വരും. ഒന്ന് ക്ഷമിക്ക്, 5-8 പ്രാവശ്യമായില്ലേ വിളിക്കണു. ഓ
ആ ജെയിംസേ, ആ പഞ്ചായത്ത് റോഡിന്റെ അടുത്തുള്ള ബിൽഡിങ്ങിന്റെ അടുത്ത് കുറേയേറെ ടച്ചിങ്സ് ഉണ്ട്. അത് ഇന്ന് തന്നെ ഒന്നെടുത്ത് മാറ്റിയേക്കണം. അല്ല സാറ്, അത് നമ്മള് നാളത്തേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്ന് ആ പാർപ്പറും സ്നേഹതീരമാണ് നമ്മൾ ഇന്ന് വെട്ടാൻ തീരുമാനിച്ചേക്കുന്നത്. പഞ്ചായത്ത് റോഡിന്റെ അങ്ങോട്ടുള്ള ലൈനും കൂടെ ഓഫ് ചെയ്താലേ തെരുതെരയെന്നായിരിക്കും ഇങ്ങോട്ട് ഫോൺ കോൾ വരുന്നത്. നാളെ ആവുമ്പോ കുറേ എണ്ണം വീട്ടിലുണ്ടാവില്ലല്ലോ, ജോലിക്ക് പോകില്ലേ സാറേ. അപ്പൊ കാലത്ത് 2 മണിക്കൂർ ഓഫ് ആക്കിയാ അതങ്ങ് തീർന്നു നോക്കോളൂ. അത് മതി. നാളെ ടച്ചിങ്സ് വെട്ടുമെന്നുള്ള വിവരം ആ ഏരിയയിൽ നേരത്തെ ഒന്ന് അറിയിച്ചേക്കണേ. ശരി സാറേ. എന്നാ ഇന്നത്തെ ഡ്യൂട്ടി നടക്കട്ടെ. സുധീർ, മീറ്റർ എടുത്തോട്ടോ. ശരി ശരി. ഓക്കെ സാർ. സുധി, ആ സ്നേഹതീരത്തുള്ള ലൈനില് മൊത്തം പണിയൊന്നും തീർക്കാനുള്ളതാ. ശരി ശരി. നിങ്ങൾ 3 പേരും മതിയാവോ? 2 ഭായിമാര് വരും. പിന്നെ ഞങ്ങൾ 5 പേരുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ അത് തീർക്കാം. എന്നാ ഒരു കാര്യം ചെയ്യേ, പാർപ്പുറത്തെ ലിസി പാർക്കിന്റെ അടുത്ത് 2 മരക്കൊമ്പുണ്ട്. അതാദ്യം വെട്ട്. പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് പോയാ മതി. പിന്നെ സലിയെ, ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് തന്നെ നിൽക്കണം. വിളിച്ചു പറയുമ്പോ ഓൺ ഓഫ് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആളുകൾ ബഹളം ഉണ്ടാക്കും. എന്നാ ചെല്ല്. ശരി സാർ. നമുക്ക് പോവാം. നമ്മുടെ പുന്നാരമ്മന്റെ സ്കൂളിലെ റീന മിസ് ഇല്ലേ, പുള്ളിക്കാരിയെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. രാവിലെ തന്നെ അങ്ങ് പോയാല് ആ പണി അങ്ങ് തീരുമല്ലോ. എന്തു പറ്റിയപ്പോ? അവന് ഈയിടെയായിട്ട് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട്. റീന മിസ്സിനോടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. എടോ, താൻ ഇങ്ങനെ ചെറുക്കനെ ചുമ്മാ പ്രഷർ കേട്ടല്ലേ. അവർ ഈ സ്കൂൾ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടോ. എൻജോയ്മെന്റ് ചെയ്തതിന്റെ റിസൾട്ടേ ഇന്റേണൽ എക്സാമിന് കണ്ടു. എല്ലാത്തിനും പാസ് മാർക്കാ. ഇനി അതിനും താഴെ പോയാലുണ്ടല്ലോ, അതിന്റെ കുറ്റം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ടീച്ചറിന്റെ മകനെ ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആയാലേ അത് എന്റെ നോട്ടക്കുറവാണെന്നല്ലേ പറയുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചാ മതി. എല്ലാവരെയും ഫേസ് ചെയ്യേണ്ടത് ഞാനല്ലേ. എന്തിന്? അത് ഈ പ്രൊഫഷന്റെ കുഴപ്പമാണ് മാഷേ. പിള്ളേര് പഠിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ എല്ലാ കാരണക്കാരും ഞങ്ങൾ ടീച്ചേഴ്സാ. അതിനിടയിൽ സ്വന്തം മകന് പരീക്ഷയ്ക്ക് തോറ്റാലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലടോ, ഈ കാലത്തെ പരീക്ഷയൊക്കെ ഒരു പരീക്ഷയാണോ? ഒരുമാതിരി ഓർമ്മശക്തി അളക്കുന്ന പോലെയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കാലത്തോ? അന്നും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. അതെ, പണ്ട് തുണ്ട് ചെയ്ത കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. അതെ, തുണ്ട് വെച്ച് തന്നെ എഴുതിയാണ് പാസ്സായത്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ ലോക വിവരമുണ്ട്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള അറിവുണ്ട്. ഇന്ന് അവർക്കില്ലാതെ പോയതും അത് തന്നെ. ഫുൾ ടൈം പഠിത്തം, നോട്ട്സ് ഫുള്ള് മൊബൈലില്, പോരാത്തതിന് ട്യൂഷൻ വേറെ, അതിനിടയിൽ ജോലിക്കാരായ പാരന്റ്സ് നമ്മളും. അതുകൊണ്ടാണ് അവന്റെ ടീച്ചറൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. സത്യം പറ, എന്തോ ഒരു ഉടായ്പ ഇതിനകത്തുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചാ സത്യം പറയണം. അതെ, അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷന് 8ാം വാർഡിൽ നിൽക്കാമോന്ന് നമ്മുടെ മെമ്പർ ഷൺമുഖം ചോദിച്ചു. ആലോചിച്ച് നോക്കിയപ്പോ ഇതിൽ തരക്കേടില്ലാത്ത പരിപാടിയാണല്ലോ. അപ്പോഴാ നമ്മുടെ മോന് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് റീന മിസ് വിളിച്ചത്. അപ്പോ വീട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചല്ലേ? ഇപ്പൊ തൊട്ട് അവനൊന്ന് ശ്രദ്ധിച്ചാ അടുത്ത വർഷമാകുമ്പോഴേക്കും അവൻ കുറച്ച് സീരിയസ് ആവും. പിന്നെ നിങ്ങൾക്കറിയാലോ, പണ്ടൊടുങ്ങി എനിക്ക് കുറച്ച് രാഷ്ട്രീയ ചുവള്ള കാര്യം. അതൊക്കെ എനിക്കറിയാടോ. ബട്ട് ഇപ്പോൾ താൻ മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം. കുറച്ചു മുമ്പ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടോ? എടോ, ഞാനൊന്ന് പറയട്ടെ. ഒരു 8 മണി ആകാതെ എനിക്ക് വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. താനും കൂടി ഇപ്പൊ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയാൽ അവന്റെ മേലിലുള്ള നമ്മുടെ പിടി നമുക്ക് നഷ്ടപ്പെടും. എന്ന് വെച്ച് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ടെന്നല്ല ഞാൻ പറയണത്. അവന്റെ കോളേജ് ലൈഫൊക്കെ ഒന്ന് തീരാറായ സമയത്ത് തനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോ അവന്റെ അനിയത്തിയെ നോക്കാനും പറ്റും. അതുവരെ താൻ ഒരു കാര്യം ചെയ്യും, ഈ നാട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ഇടപഴകുക, അവരുമായൊന്ന് സമ്പർക്കം പുലർത്തുക. ഇപ്പോഴുള്ളതിനും കൂടുതൽ സ്വീകാര്യത അപ്പ കിട്ടും. അതല്ലേ കുറച്ചുകൂടി നല്ലത്. പിന്നെ നാളെ എങ്ങാനും റീന മിസ്സിനെ പോയി കാണാം. എന്തിന്? താനിപ്പോ ഓൾറെഡി റെഡിയായി നിൽക്കല്ലേ. ബാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ.
കുറെ നേരം ഇവിടെ പോസ്റ്റായി നിൽക്കണത്. നീ എവിടെ എത്തി? കുറെ നേരം ഇവിടെ എത്തിന്ന് പറയണു. നീ എവിടെ എത്തി? എവിടെ എത്തിന്ന് പറ. അതെ, കുറച്ചായിട്ട് നോക്കിട്ടേ അവനെ കണ്ടില്ലെങ്കിൽ നമുക്ക് പോയേക്കാം. അതാ നല്ലത്. എന്തു പറയണം? ഓ കുരിശുവനുണ്ടല്ലോ. നാളത്തെ കേരള ചേട്ടാ, നാളത്തെ കേരള വരണം കേട്ടോ ചേട്ടാ, നാളത്തെ വരണം വേണ്ടേ? എന്റെ കറിയാച്ച ഒരു പണിയിലായിരിക്കുമ്പോഴാണ് നിന്റെ ഈ ലോട്ടറി. ചേട്ടന്റെ കോൺട്രാക്ടർ ലോണപ്പനല്ലേ ഇപ്പൊ ധൃതിക്ക് പോണ കേട്ടത്. അർജന്റ് വർക്ക് ഉണ്ടെന്നാണല്ലോ കേട്ടത്. ഇവരൊക്കെ പണിക്കുമായിരിക്കുമ്പോ ഞാനെങ്ങനെ പണിക്കൂടെ? അവർക്കൊക്കെ പണിക്ക് പോകണമെങ്കിൽ കറണ്ട് വേണം. ഈ പെയിന്റ് പണിക്ക് പോകുന്ന നിങ്ങൾക്ക് എന്തിനാ കറണ്ട്? അല്ല, അതിന് കരണ്ട് വേണപ്പോഴാ? കാറ്റും മഴയുള്ളപ്പോ മഴയത്ത് കാറ്റ് മഴയുള്ളപ്പോ പെയിന്റ് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഇവരൊന്നും പണിക്ക് പോകാത്തത്. പറഞ്ഞിട്ടുണ്ടാവുന്നു, വാട്സപ്പിൽ കൂടെ മെസ്സേജ് അപ്പൊ മഴ ഉറപ്പല്ലേ? ഓ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കുറവുണ്ടല്ലോ. ബാലകൃഷ്ണൻ അവിടെ പോയി. അവൻ ആ പ്ലാപ്പറമ്പിൽ തോമയുടെ വീട്ടിൽ ടൈല് പണിക്ക് പോയതാണ്. അധികം വൈകാതെ ഇപ്പൊ വരും. അവിടെ ചെന്നപ്പോ അവിടെയും കറണ്ടില്ല. നാരദൻ മന്നുണ്ടല്ല. നാട്ടുകാർ അറിഞ്ഞിട്ട പേരാ നാരദൻ. ശരി. ഓ ഹരി എന്താ ഇവരോട് പറഞ്ഞ? എല്ലാരും ചിരിക്കുകയാണല്ലോ. നാരായണ നാരായണ എന്ന് പറയാറുന്നു. ചേട്ടായി ഒരു കാര്യം അറിഞ്ഞോ? എന്താ? നമ്മുടെ ആ സുലോചനയുടെ ഇളയ സന്തതി ഉണ്ടല്ലോ, സുധി, അവൻ ഇന്ന് ബസ്സിൽ ഒരു പെണ്ണിന്റെ തോളത്ത് കൈയിട്ട് പോകുന്ന കണ്ടൂന്ന്. അതിനെന്താ എൻജോയ് ചെയ്തേട്ടാ, ഇത് അവരുടെ കാലല്ലേ. എന്നാലും ഇപ്പോഴത്തെ പിള്ളേരിങ്ങനെ വരുന്നതും പോകുന്നത് കാണുമ്പോ വല്ലാത്തൊരു ഉള്ളിലൊരു പിള്ളേരെക്കാളും നിങ്ങളൊരു വേന്ദ്രനാണെന്ന് നമ്മുടെ പൈലുമാപ്പിള ചാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ചിരി ഒന്ന് നോക്കിയേ. അപ്പൊ പുതിയ ന്യൂസ് തപ്പി ഇറങ്ങിയതാ. അതെന്താ സോണി അങ്ങനെ ഒരു പറച്ചില്? നമ്മുടെ നാട്ടിലെ ഒരു കാര്യം അത് മറ്റുള്ളവരെ അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കണം. അതിലെന്താ തെറ്റ്? ഒരു കുഴപ്പമില്ലേ? ഇപ്പൊ തന്നെ ആ സുധിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ അറിയുമായിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ മൊത്തം പൊണ്ണകളാണെന്ന് മറ്റുള്ളവർ പറയില്ലേ? നാരായണ, എന്താ ഹരി? ഞാൻ ശരിക്കുള്ള നാരായണനെ വിളിച്ചു പോയതാണേ. അപ്പൊ നിങ്ങൾ ഇന്ന് പണിക്ക് പോയില്ലേ? കറണ്ട് ഇല്ലാണ്ട് എങ്ങനെ പണി നടക്കാനാ? മഴ പെയ്യൂന്ന് കാലാവസ്ഥ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ബാബുക്കുട്ടൻ വന്നില്ലേ? അവൻ സാധനം വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. എന്ത് സാധനം? അവൻ ആ സൈറ്റിലെ ഒരു സാധനം കൊണ്ട് വെക്കാൻ പോയതാ. ഇപ്പൊ വരും. എന്റെ കറിയാച്ച, പണിക്കും ജോലിക്കും ഒന്നും പോകാത്ത ഇവന്മാരുടെ അടുത്ത് ലോട്ടറിയും കൊണ്ട് വന്നിട്ട് തനിക്ക് വല്ല കാര്യമുണ്ടോ? ഓ പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ഞാനങ്ങ് പോട്ടെ. നാളത്തെ കേരള. വല്ലവന്റെ പോക്കറ്റിലെ പൈസയും കണ്ട് ജീവിക്കുന്ന ഇങ്ങനെ ഒരു എണ്ണം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് നീങ്ങിയേക്കല്ലേ? ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ശരി പെട്ടെന്ന് പോയേക്കാം, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് വേറെ കഥകൾ ഇറക്കും. ശരി. രണ്ടും നല്ല പണിക്കാരാ. പറഞ്ഞിട്ടെന്താ കാര്യം? വെള്ളം അടിക്കുന്ന ഒരു ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്ര നേരം നിങ്ങളുടെ കൂടെ ഇരുന്നല്ലേ, അവരെ പറ്റി കുറ്റം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി നാരായണ? സന്തോഷേ, നല്ലത് കണ്ടാ നല്ലതെന്നും ചീത്ത കണ്ടാ ചീത്തയെന്നും പറയണമെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരിക്കാതെ വീട്ടിൽ പോയിരിക്കാൻ മേലെ ചേട്ടാ. ഞാൻ കുറ്റം പറഞ്ഞെന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുത്തൻ പണി ഉണ്ടായിട്ടും പണിക്ക് പോകുന്നില്ല. ഒരുത്തന് കറണ്ട് ഇല്ലാന്ന് വെക്കാം. ദിവസം മുഴുവൻ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു 4 മണിക്കൂറല്ലേ കറണ്ട് കേട്ടുള്ളൂ. 4 മണിക്കൂർ പോട്ടെ, ഉച്ച കഴിഞ്ഞ് കറണ്ട് വന്ന് അവന് ജോലിക്ക് പോകാമല്ലോ. അതിനിപ്പോ എവിടെ പോയതാ? വെള്ളം അടിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ കുറ്റമാ. നാരായണ. എന്താ സാറേ? ആ സുധീർ ലിസി പാർക്കിലെ ലൈനൊന്നും ഓൺ ചെയ്യിട്ടാ. ചെയ്യാം സാറേ. ഒരുപാട് കാട് പിടിച്ചു പോയി അല്ലേ? അത് വളരുന്നതനുസരിച്ച് വെട്ടിയാൽ മതിയല്ലോ. രാജപ്പ, ഇന്നത്തെ മതി. ലിസി പാർക്കിന്റെ അങ്ങോട്ട് പൊക്കോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഇങ്ങനെ മഴയും വെയിലൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കൊണ്ടുപോട്ടിരിക്കുന്നത് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? തുരുമ്പ് പിടിക്കുക അങ്ങനെ വല്ല കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. ഓ അത് ശരി. സബാൻ വാടൂ. ഒന്നുമില്ല, ഏതായാലും വീട്ടിൽ കണ്ടില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോ ഇവ 2 പുല്ല് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് ഓണാക്കൂല്ലേ സാർ? ഇതായിട്ടൊരു ബന്ധമില്ല. അവര് പറയുമ്പോ ഞാൻ ഓണാക്കാനാണ് നിൽക്കുന്നത്. ഓഹോ അത് ശരി. അപ്പൊ ഇവന്മാരാണല്ലോ ഇവിടെ മൊത്തം ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നത്. എടോ നിന്റെ ഈ ഒരു ഓഫ് ചെയ്ത് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു പണി പോലും നടന്നിട്ടില്ല.
ഒരൊറ്റ വർക്ക് എനിക്ക് കറക്റ്റ് സമയത്തിൽ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അന്നേ ഇതിനൊക്കെ കാണാൻ വേണ്ടി തന്നെ ഇരിക്കുവായിരുന്നു ഞാൻ. ഫോൺ വിളിച്ചാലാണ് ഫുൾ ടൈം ബിസി എൻഗേജ്ഡും. അവന്റെ ഒക്കെ ഒടുക്കത്തെ ഒരു ടച്ചിങ് സോഡർ എന്താണോ? അതെ, ഇന്ന് ലൈൻ ഓഫ് ആക്കാൻ ഞങ്ങൾ ഇന്നലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നിന്റെയൊക്കെ മെസ്സേജ് നോക്കിയിരിക്കില്ലല്ലോ എന്റെ പണി. എന്താ ഇപ്പൊ നിനക്കൊന്നും പറയില്ലേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എത്ര മണിയാ പെൻഡിങ് ആയിരിക്കും അറിയോ? ഇതിനൊക്കെ പ്രത്യേകതയെ കുറിച്ച് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രശ്നം പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം എൻഗേജ്ഡും. അവന്റെ ഒക്കെ ഒരു ടച്ചിങ് സോഡറിൽ തന്നെ ഞാനൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോ എല്ലാവർക്കും ജീവിക്കണ്ടേ ഇവിടെ? എത്രയെന്ന് വെച്ചില്ല പൈസ ഇല്ലാതെ നിൽക്കുന്നത്. തനിക്കിപ്പോ ഒന്നും പറയില്ലേ? കഴിഞ്ഞ ദിവസം ലൈനിന്റെ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡേ അങ്ങോട്ട് ഓഫ് ആക്കി. അതിനിടയ്ക്ക് കാറ്റ് വീശിയെന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു ഓഫ് ആക്കലും കൂടെ. അതും പോരാണ്ട് അവന്റെ പ്രശ്നം എന്താണോ? താനാരാ? ഞാൻ ഇവിടുത്തെ ഓവർസിയറാ. താൻ ഓവർസിയറോ ഷേക്സ്പിയറോ എന്തായാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇതിന്റെ രണ്ടിലൊന്ന് തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. തോന്നുമ്പോ നിന്നെ പോലുള്ള ലൈൻ ഓഫ് ചെയ്ത് കാരണേ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ കഞ്ഞുകൂടിയാ മുട്ടുന്നത്. ഇനി എങ്ങാനും ഈ ട്രാൻസ്ഫോമർ എങ്ങാനും ഇവിടെ വന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ലിപ്പൊടിച്ചാൽ ദൂരക്കളയത്തേ ഉള്ളൂ. എടാ മോനെ, ഈ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ചില്ലും കമ്പൊക്കെ വെട്ടണത്, അല്ലാതെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് സൗകര്യം അനുവദിച്ചാൽ മതി. ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കുന്ന ആരോട് പറയാൻ കൊള്ളാം? നാട്ടുകാരുടെ സുരക്ഷിതത്വം ഞങ്ങൾ നോക്കണ്ടേ? സാറ് പറഞ്ഞ ശരിയാ. വാ നീ വാ, പറഞ്ഞുതരാം. വാ വന്നേ. ആ നടക്ക് നീ. ആ എന്ത് പറഞ്ഞാലും എടോ, ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞാ? ആ, ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു സാറേ. ആ, സുധീറോടെ കിട്ടാ. ആ വണ്ടി കയറിയേ. ആ സാർ. മാവെല്ലാം മുറിച്ചോളണേ. എന്തൊരു മാങ്ങിട്ട മാവായിരുന്നു. എന്റെ ടീച്ചറെ, നിറയെ മാങ്ങ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ലൈൻ കമ്പിയിൽ മുട്ടി നിൽക്കണം കണ്ടില്ലേ? അന്ന് പിന്നെ KSBക്കാരോട് പറഞ്ഞൂടെ? ഇത് അവരുടെ പണിയല്ലേ? അവരെ നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേ? ടീച്ചർ അപ്പൊ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ നാരായണേട്ടാ? നമ്മുടെ രാജന്റെ മോനില്ലേ? ഏത് രാജന്റെ? വടക്കപ്പാട്ട് രാജനെ. അവന്റെ മോനെ കുറച്ചു മുമ്പ് ഷോക്ക് അടിച്ചു. അയ്യോ, ഈ രാജന്റെ പറമ്പിൽ ഒരു മുരിങ്ങ നിപ്പുണ്ടല്ലോ, ആ മണ്ട മുരിങ്ങക്കാ പറിക്കാൻ കേറിയതാ. പക്ഷെ ഈ മുരിങ്ങയെ 11 kV ലൈനിൽ മുട്ടി നിൽക്കുകയായിരുന്നു. ആ മണ്ടൻ അതോട്ട് അറിഞ്ഞൂല്ല. മതിലിന്റെ മേലേക്ക് ടേന്ന് പൊട്ടിത്തെറിച്ച പോലെ വീണുന്ന ഞാൻ അറിഞ്ഞത്. അല്ല, ഇന്ന് ടച്ചിങ്സ് എന്ന് പറഞ്ഞിട്ട് അത് വേറെ ലൈനാണ് ജോർജ് ചേട്ടാ. ഓ, എന്നിട്ട് രാജന്റെ മോനിപ്പോ എങ്ങനെയുണ്ട്? ഐസിയിലാണെന്ന് അറിഞ്ഞത്. ഞാനത് അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം. ശരിയേട്ടാ. ഇപ്പൊ TV കണ്ടേ ഉള്ളൂ, 2 പേര് കറണ്ട് അടിച്ച് മരിച്ചു പോയെന്ന്. അല്ല, എന്തിനാ ആൾക്കാർ ഈ ലൈൻ കമ്പിയുടെ അടി കൊണ്ട് മരം നടുന്നത്? എന്റെ ജോർജ് ചേട്ടാ, എല്ലാവർക്കും ഒരുപാട് സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഉള്ള സ്ഥലത്ത് 4 മരങ്ങൾ നട്ടാൽ അതൊരു തണലാവില്ലേ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിചാരിച്ചോ? എന്റെ ജോർജ് ചേട്ടാ, ആളുകളൊക്കെ ഇങ്ങനെ ജീവിക്കാനും ചിന്തിക്കാനും തുടങ്ങിയ നാട്ടുകാരുടെ പകുതി പ്രശ്നങ്ങൾ തീരും. അല്ലടാപ്പാ, നിങ്ങൾ ഞങ്ങളുടെ കഞ്ഞിൽ പാറ്റ അടിക്കോ? സാറന്മാര് പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലോ. അല്ല, ഈ KSBയുടെ ലൈനിന്റെ അടിയിൽ മരങ്ങളോ കൊമ്പുകളോ മുറിക്കുമ്പോ ഓഫീസിൽ അപേക്ഷ കൊടുത്ത് ലൈൻ ഓഫ് ചെയ്യിക്കണമെന്ന് അറിയില്ലേ രവിയേട്ടാ? അത് ശരി. എന്റെ പറമ്പ്, എന്റെ മരം. നമ്മുടെ പറമ്പിലെ മരം വെട്ടുന്നതിന് സാറന്മാർക്ക് എന്തിനാ അപേക്ഷ തരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും നിയമം കൂടി നോക്കണ്ടേ? എന്നാ പിന്നെ കമ്പിയുടെ അടിയിൽ മരങ്ങൾ വെക്കരുതെന്നും അങ്ങനെ വളർന്നു വരുന്ന മരങ്ങൾ സ്വന്തം ചെലവിൽ മുറിക്കണമെന്നും ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു സർക്കുലർ ഇറക്കിയാലെന്താ? LT ലൈനിൽ നിന്ന് മിനിമം 1 മീറ്റർ അകലം പാലിക്കുന്നതാണ് നിയമം. വൈദ്യുതി പ്രസരണ വിതരണ നിരക്ക് കുറയ്ക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. നിങ്ങളാരും നിയമങ്ങൾ പാലിക്കുന്നില്ല. ഓ, നിയമം പാലിക്കുന്ന കുറെ ആൾക്കാർ. എന്റെ പൊന്ന് സാറുമാരെ, ലൈൻ കമ്പിയുടെ താഴെ മരം വെച്ച് പിടിപ്പിക്കരുന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് റോഡിൽ കൂടി പോകുന്ന ലൈൻ കമ്പിയുടെ താഴെ റോഡിന് ഇരുവശവും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും. പിന്നെ അതിലൊക്കെ ഏതെങ്കിലും വണ്ടി വന്ന് തട്ടി ആരെങ്കിലും മരിച്ചാൽ പിന്നെ ഉടനെ വന്ന് മരം മുറിക്കലായി, വെട്ടിനിരുത്തലായി, അങ്ങനെ ഓരോരോ പ്രഹസനങ്ങൾ. ആ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാണേ,
വീടിന്റെ മതിലിന് പുറത്ത് കുറെ ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിക്കും. മുറ്റത്തെടുപ്പിക്കൂല. കാരണം എന്താണെന്നറിയോ? മുറ്റം മൊത്തം ഉണ്ടല്ലോ. ഇതൊക്കെ ആരോട് പറയാനാ? അവര് ശരിയല്ല ഇവര് ശരിയല്ല എന്ന് പറഞ്ഞു നടക്കാതെ നമ്മള് ശരിയായ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ടീച്ചറെ ഈ ഭൂമിയില്. എന്റെ സാറേ, ഇന്നലെ ഫോണിൽ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ ടച്ചിങ്സിന്റെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ തന്നെ വെട്ടിയാക്കാന്ന് കരുതിയത്. എന്നാലും ഞങ്ങളെ ഒന്നും അറിയിക്കായിരുന്നില്ലേ? ആരെങ്കിലും അറിയാതെ ലൈനൊന്ന് ഓൺ ചെയ്താ മരിക്കാനത് പോരെ. അയ്യോ, എന്താ ടീച്ചറെ? ആ രാജന്റെ മോൻ മരിച്ചു. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? കറണ്ട് അടിച്ച് എത്ര പേരാ ഈ വർഷം മരിച്ചെന്ന് വല്ല കണക്കും കയ്യുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാം. ഇപ്പൊ രാജന്റെ മോൻ മരിച്ചില്ലേ, ഇനി ഓടി നടന്ന ടച്ചിങ്സ് വെട്ടലായിരിക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അലർട്ടായിട്ട് വല്ല കാര്യമുണ്ടോ? സാറിനെ കുറ്റം പറഞ്ഞല്ല, ഈ കറണ്ട് ഇല്ലാതെ വല്ലതും നടക്കുമോ സാറേ? ഈ ടച്ചിങ്സ് വെട്ടാൻ ലൈൻ ഓഫ് ചെയ്യുമ്പോഴേ എത്ര പേരുടെ പണിയാ പോകുന്ന അറിയാമോ? നിങ്ങൾ ചെയ്ത പണി തന്നെയല്ലേ ഈ രവിയും ചെയ്തത്. അതാണ്, നമ്മളും ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഒന്നിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും. അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ ജോർജ് ചേട്ടാ. നാടോടുന്നൊന്നുമില്ല, നമ്മൾ ഓടുന്നതനുസരിച്ച് നമ്മൾ നാടിനെ മാറ്റുന്നല്ലേ ഉള്ളൂ. ഒരല്പ ക്ഷമയുടെ കാര്യങ്ങൾ ചെയ്താൽ, നോക്കിയും കണ്ടും ചെയ്യേണ്ട പോലെ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വെറുതെ സർക്കാരിനെ ഉദ്യോഗസ്ഥരെയും പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ നന്നായാൽ ലോകം നന്നാവും. നമ്മളിലൂടെ ലോകം നന്നാകട്ടെ. മഴയ്ക്കും കാറ്റിനുമിടയിലായി നിലകൊള്ളുന്ന നമ്മുടെ ഗ്രാമങ്ങൾ കാലാകാലങ്ങളായി നേരിടുന്ന ഏറ്റവും വലിയ ദുരിതമാണ് വൈദ്യുതി ലൈനുകൾക്കരികെയുള്ള ഉയർന്ന മരങ്ങളുടെ ശിഖരങ്ങൾ. എത്രയൊക്കെ മുന്നറിയിപ്പ് കൊടുത്താലും പലപ്പോഴും നാം അവയെ അവഗണിക്കുന്നു. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം കാരണം. ആ ഒരു മൗനമാണ് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്. ഒരു കാറ്റിലോ ഇടിമിന്നലിലോ ഒരുപാട് കുടുംബങ്ങൾ ഇരുളിലായി മാറുന്നു, ജീവനും നഷ്ടമാകുന്നു. ഒരു ചെറിയ ശ്രമം അത് മതി ഈ അപകടങ്ങൾ തടയാൻ. അപകടത്തിലേക്ക് നീളുന്ന ശിഖരങ്ങൾ മുറിച്ചാൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാമായിരുന്നു. ഓരോ ദുഃഖകഥകൾക്കും പിന്നിൽ ഒരാളുടെ അനാസ്ഥയാണ് മറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ സംഭവിക്കാതെ നോക്കാം. മരങ്ങൾ നമ്മുടെ തന്നെയാണ് എന്ന് വെച്ച് നമ്മളെ തന്നെ അപകടത്തിലാക്കാൻ ശ്രമിക്കണോ? വൈദ്യുതി തണ്ടുകൾ ജീവിതത്തിലേക്കുള്ള വെളിച്ചപാതയാണ്. അത് മരണവഴിയാകരുത്. വലിയൊരു ഭാവിയെ സുരക്ഷിതമാക്കാൻ ഒരു ചെറിയ പ്രവൃത്തി മതി. സുരക്ഷിതമായ നാളേക്കായി ഇന്ന് തന്നെ ഉചിതമായി ചിന്തിക്കാൻ സാധിക്കട്ടെ. പ്രകൃതിയെ സ്നേഹിക്കുക, അതോടൊപ്പം മാനവ സുരക്ഷയും അതിൻ്റെ ഭാഗമാകട്ടെ. നമ്മൾ നന്നായാൽ ലോകം നന്നാകും. നമ്മളിലൂടെ ലോകം നന്നാകട്ടെ.